നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മിക്കവാറും ആളുകൾ കൂട്ടുകാർ ധാരാളമുള്ളവരാണ്. ധാരാളം ആളുകളെ കൂട്ടുകാരായി കൂടെ കൂട്ടുകയും ചെയ്യും. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ തന്നെ പലരോടും പറഞ്ഞു തരാറുണ്ട്, അവനെ കൂടെ കൂട്ടല്ല്, നിനക്കത് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ നിനക്കത് ഭാവിയിൽ ദോഷം ചെയ്യും, അവൻ ഇച്ചിരി പ്രശ്നക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ കൂട്ടുകാരെ അതിയായി അന്ധമായി അമിതമായി വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവരെ കൂടെ കൂട്ടുകയും അവർ കാരണം നമ്മൾക്ക് പല പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് നമ്മൾ മനസ്സിലാക്കാതെ ഒരു അന്ധതയിലേക്ക് തന്നെ നമ്മൾ നീങ്ങുകയും ചെയ്യും. ചിലപ്പോൾ അവർ നമ്മൾക്കൊപ്പം ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ചെന്ന് പ്രശ്നങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ ചാടുന്നത്. അത് കൂടെയുള്ള നമ്മൾക്കായിരിക്കത്തില്ല, നമ്മുടെ മാതാപിതാക്കൾക്കായിരിക്കും അത് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകുന്നത്. അവർ നമ്മളെ ഉപദേശിക്കുമെങ്കിലും അത് നമ്മൾ ചെവിക്കൊള്ളാൻ തയ്യാറാവുകയുമില്ല. എന്നാൽ ചില ആളുകൾക്ക്, അതായത് നമ്മളൊരാളെ കൂടെ കൂട്ടുമ്പോൾ നമ്മളൊരു ദൈവിക ശക്തി അല്ലെങ്കിൽ ദൈവത്തെ അതിയായി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ കർമ്മങ്ങൾ, ദൈവത്തോട് പ്രാർത്ഥനാ കർമ്മങ്ങളൊക്കെ പൂർണ്ണമായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചില സൂചനകളിലൂടെ തന്നെ ദൈവം അത് കാണിച്ചു തരും. ഉടനെ തന്നെ അവർ തന്നെ കൂടെ കൂടുന്ന ആൾ തങ്ങൾക്ക് തൻ്റെ മനസ്സിനും ശരീരത്തിനും അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഹാനി വരുത്തുന്ന ഒരാളാണെങ്കിൽ അയാളിൽ നിന്ന് മാറാനുള്ള ശ്രമം അവർ തന്നെ നടത്തുകയും ചെയ്യും. അപ്പോൾ ചിലവർ നമുക്ക് എന്തെങ്കിലും ഒരു സൂചനകൾ ലഭിച്ചാൽ പോലും അതിനെ വലിയ ഗൗനിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പോൾ ചില ആളുകൾ നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവാധീനമുള്ളവരാണെങ്കിൽ നമ്മൾക്ക് ദൈവം ചില സൂചനകൾ കാണിച്ചു തരും. ഇവൻ നിൻ്റെ കൂടെ കൂടിയാൽ കൊള്ളില്ല, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിങ്ങളുടെ കൂടെ കൂടിയാൽ തന്നെ നിനക്ക് ദോഷമാണ്, അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് നീ മാറി നിൽക്കേണ്ടത് അല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെയുള്ള ചില സൂചനകൾ ദൈവം കാണിച്ചു തരും. അത് ഈശ്വരാധീനം നമ്മൾക്കൊപ്പം ഉള്ളത് കൊണ്ടാണ് സൂചന കാണിച്ചു തരുന്നത്. നമ്മുടെ കുടുംബ പരദേവതയുടെ അനുഗ്രഹം നമ്മൾക്കൊപ്പം ഉള്ളത് കൊണ്ടാണ്. കാരണം നമ്മളുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ ജന്മം തന്ന അമ്മ നമ്മൾക്കൊപ്പമുണ്ട്. പക്ഷേ അതിന് മുകളിലായി ഒരു പരാശക്തിയുണ്ട്. എല്ലാ മനുഷ്യൻ്റെയും പിതാവ് മഹാദേവനും മാതാവ് പാർവതി മാതാവുമാണ്. അത് ദൈവം, അവർക്ക് എല്ലാം നമ്മൾ ഓരോ മനുഷ്യനും അവരുടെ മക്കളാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വിഷമത്തിൽ ചെന്ന് ചാടുമ്പോൾ അതിന് മോനെ നിനക്കത് ശരിയാവത്തില്ല, അല്ലെങ്കിൽ നിനക്കത് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിൽ നിന്ന് മാറ് എന്ന രീതിയിൽ നമ്മുടെ മാതാവ് പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ നമ്മുടെ പാർവതി മാതാവും പല സൂചനകളും നമുക്ക് തരും. പക്ഷേ അത് ചില ആളുകൾ അത് അവഗണിച്ച് മുന്നോട്ട് പോവുകയും ദുരിതത്തിലും ദുഃഖത്തിലും ഒക്കെ ചെന്ന് ചാടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദൈവാധീനപരമായി നമ്മൾക്ക് ചില സൂചനകൾ ദൈവം കാണിച്ചു തരും. അത് എന്തൊക്കെയാണ് ആ സൂചനകൾ? കാരണം ഇന്ന വ്യക്തിയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നീയുമുണ്ട്, അത് നീ മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആ ആളുകൾ നിന്നെ കൊണ്ട് വിനയിൽ ചാടിക്കും അല്ലെങ്കിൽ വിപത്തുകൾ കൊണ്ട് എത്തിക്കുമെന്ന് ദൈവം കാണിച്ചു തരുന്ന സൂചനകളുണ്ട്. അത് എന്തൊക്കെയാണ് ആ സൂചനകൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു തളർച്ച. അതായത് ചില ആളുകളെ നമ്മൾ പറയാറില്ലേ, രാവിലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിന് പോവുകയാണ്, ആദ്യമായി കാണുന്ന നിമിത്തമായിരിക്കും ചിലപ്പോൾ ആ ഒരു ദിവസത്തെ ഫലത്തെ നമ്മൾക്ക് നൽകുന്നത്. കാരണം ആ ദിവസത്തിൻ്റെ പോസിറ്റിവിറ്റി അതുപോലെ നെഗറ്റിവിറ്റിയുമായ കാര്യങ്ങൾക്കെല്ലാം ആ ഒരു നിമിത്തം കൊണ്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെട്ട് കത്തിയോ അല്ലെങ്കിൽ ആയുധങ്ങളുമായിട്ട് വരുന്നു, കയറ് പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നവരെ കാണുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ആ പോകുന്ന കാര്യത്തിൻ്റെ ഫലം നമുക്ക് കിട്ടാതെയും അത് തന്നെ നമുക്ക് ദുരിതമായി മാറാനും കാര്യമാകും അല്ലെങ്കിൽ കാരണമാകുമെന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെയൊക്കെയുള്ള നിമിത്തം വരുമ്പോൾ മാറി നിൽക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ വരുമ്പോൾ വഴിയിലേക്ക് നമ്മൾക്കെതിരായത് വരുമ്പോൾ നമ്മൾ മാറി നിന്ന് അല്ലെങ്കിൽ ഭവനത്തിലേക്ക് തിരിച്ചു കയറുക, ഒന്ന് ചെന്ന് മുഖമോ കയ്യോ ഒരു ഇത്തിരി വെള്ളമെടുത്ത് തലവഴി ഒന്ന് കുടയുക, അല്ലെങ്കിൽ ഒരു തുളസി പിച്ചി വായിലിട്ട് ഒന്ന് ചവയ്ക്കുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് നമുക്ക് പോകാം. അത് പോയതിന് ശേഷം അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഒരാൾ കൂടുമ്പോൾ അയാൾ നമുക്ക് നെഗറ്റിവിറ്റിയാണ് അല്ലെങ്കിൽ നമുക്ക് നെഗറ്റിവിറ്റിയാണ് തരുന്നതെങ്കിൽ അത് നമ്മൾക്ക് തന്നെ ചില സൂചനകളിലൂടെ ഭഗവാൻ കാണിച്ചു തരും. മകനെ, നീ ഇത് ചെയ്താൽ അല്ലെങ്കിൽ ഇവനെ നിൻ്റെ ഒപ്പം കൂടുമ്പോൾ നിനക്കത് ദോഷത്തിന് കാരണമാകുമെന്ന്. അതായത് ആ വ്യക്തി നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞ് നമ്മൾക്കൊരു തളർച്ച, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ വരും. ഈ വ്യക്തിയുടെ കൂടെ പോയി ചെയ്യുന്ന എന്ത് കാര്യത്തിനും ചിലപ്പോൾ നമ്മൾക്ക് പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും, ഒന്നിലധികം വ്യക്തികളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ അത് ശ്രദ്ധിക്കാറില്ല എന്നല്ല, പല ഉദാഹരണങ്ങൾ തരുമ്പോഴും നമ്മളത് അവഗണിച്ചു വിടും. അപ്പോൾ അത് നമ്മളെ ദുരിതത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഒരാൾ കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചില വാഹനങ്ങളിൽ തന്നെ ചില ആളുകൾ കയറുമ്പോൾ അതുവരെയുള്ളൊരു ഇതായിരിക്കില്ല, പിന്നെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അത് ചില ആളുകൾക്കൊക്കെ അങ്ങനെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ കൂടുന്ന ഒരാൾ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു പോസിറ്റിവിറ്റിയാണോ ഉണ്ടാകുന്നത് അതോ നെഗറ്റിവിറ്റിയാണോ ഉണ്ടാകുന്നത് നമ്മൾ തന്നെ ഒരു അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതാണ്. അങ്ങനെ നമ്മൾക്കതിൽ നിന്ന് ദോഷങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അയാളോടൊപ്പം പോകുന്ന ഏത് കാര്യത്തിലും പരാജയമാണ് സംഭവിക്കുന്നത് നമുക്ക് സ്വയം തോന്നുകയാണെങ്കിൽ ആ
ആ കൂട്ടുകെട്ടിൽ നിന്നും മാറേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾക്കൊപ്പമുള്ളൊരു കൂട്ടുകാരൻ, അവൻ എപ്പോഴും അറിഞ്ഞുകൊണ്ട് തെറ്റുകളിലേക്കാണ് അവൻ പോകുന്നത്. കാരണം ഈ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോലും അവൻ ആ തെറ്റിലേക്ക് പോവുകയും നമ്മളെ അവരുടെ ഒപ്പം ആ തെറ്റ് ചെയ്യാനായി പ്രേരിപ്പിക്കുകയും ചെയ്യും. കാരണം ഇപ്പം അവൻ്റെ കൂടെ നമ്മളും പോവുകയാണ് ഒരു സ്ഥലത്ത്, ഒരു പ്രശ്ന സ്ഥലത്ത് ചെന്ന് അവൻ മുഖേന അവിടെ ഒരു പ്രശ്നമുണ്ടായി, പ്രശ്നമില്ലാത്തൊരു സ്ഥലത്ത് അവൻ മുഖേന പ്രശ്നമുണ്ടായി. അപ്പോൾ അവൻ്റെ ഒപ്പം നിന്ന വ്യക്തിയാണ് നമ്മൾ. അപ്പോൾ അതൊരു കേസോ വിഷയത്തിലോട്ടോ പോകുമ്പോൾ പോലീസ് സ്റ്റേഷന് കേസിന് വിഷയത്തിന് ചെല്ലുമ്പോൾ അവർ പറയുന്നത് എന്താ, ഈ രണ്ട് വ്യക്തികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ അവൻ മാത്രമേ ഉണ്ടായിരുന്നു, ഇവനില്ലായിരുന്നു, ഇവൻ നോക്കിക്കൊണ്ട് നിന്നെയാണെന്നൊന്നും ആരും പറയില്ല. ഇവനും അവനൊപ്പം ഉണ്ടായിരുന്നു എന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് നമ്മൾ പോകരുത് എന്ന് പറയുന്നിടത്തും അവൻ പോയി അതിനുശേഷം അതിൻ്റെ വശങ്ങൾ നമ്മളിലേക്ക് എത്തുകയും നമ്മൾ അത് അനുഭവിക്കുകയും വരും. ചിലപ്പോൾ അവനങ്ങ് മാറുകയും ചെയ്യും. നമ്മുടെ കഷ്ടകാല സമയമാണെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട വരുന്ന ഒരു അവസ്ഥയിലേക്കും വരും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവനും അല്ലെങ്കിൽ തെറ്റുകളിലേക്ക് പോകുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവനും അത് തെറ്റല്ല, അത് കുഴപ്പമില്ല, നമ്മൾ പറയും അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, എങ്കിൽ പോലും ഇവൻ നമ്മൾക്ക് വാക്കുകളാൽ പ്രചോദനം നൽകും. അത് ശരിയല്ല, കുഴപ്പമില്ല, നീ ചെയ്തോ, ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവനും തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായ ആളുകളുണ്ട്. അതായത് അവനെ അറിയാം അവൻ ചെയ്യുന്ന തെറ്റാണ്, പക്ഷേ അവൻ അതിനു മുന്നേ മുങ്ങി രക്ഷപ്പെടാൻ, അതായത് അവനൊരു പ്രശ്നം വന്നാൽ അതിനു മുന്നേ ഇവനെ ആ പ്രശ്നത്തിൽ കുരുക്കിയിട്ട് രക്ഷപ്പെടാനുള്ള വഴിയും അവൻ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവസാനം ആരാണ് കുരുക്കിലാവുന്നത്? ഒന്നും അറിയാത്ത നിന്ന് നമ്മൾ മുഖേന നമ്മൾ അങ്ങനെ കുരുക്കിലാവുമ്പോൾ നമ്മുടെ അച്ഛൻ, അമ്മ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ആ ദുഃഖത്തിന് പാത്രമാകുന്നു. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്ത ഒരു തെറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരുത്തന് കൂടെ പോയി നിന്നതേ ഉള്ളൂ, നമ്മളൊന്നും ചെയ്തില്ല. ചിലപ്പോൾ അത് ആ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും, ഇവരോടൊപ്പമുള്ള കൂട്ട് നിനക്ക് ദൂഷ്യമേ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ കേൾക്കാതെ ആ ചെയ്യുന്ന ഒരു കാര്യം. അതായത് തെറ്റ് അവനറിയാം അത് തെറ്റാണ്, എങ്കിൽ പോലും അവനത് ചെയ്യുകയും നമ്മളെ കൂട്ടുപിടിക്കുകയും നമ്മളെ അതിലേക്ക് കുരുക്കുന്നു. അത് തന്നെ അതിന് പറയാനുള്ളത്, നമ്മളെയും കൂടി അതിനൊപ്പം കുരുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോടും അവർക്കൊപ്പം കൂട്ടുകൂടാൻ പോകരുത്. നമുക്കതൊരു എന്തെങ്കിലുമൊക്കെ ഒരു സൂചന ഭഗവാൻ നൽകുന്നതായിരിക്കും. കാരണം അവരോടൊപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഇപ്പം ഒരു കാര്യത്തിന്, ഒരു ഇൻ്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾക്ക് ഇവരെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് അത് പോകുന്ന നേരത്ത് തന്നെ എന്തെങ്കിലും അപശകുനങ്ങൾ, അതായത് പല്ലി വന്ന് വീഴുക, അല്ലെങ്കിൽ വിളക്കണയുകയോ ഇങ്ങനെയൊക്കെയുള്ള അപശകുനങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓർക്കുക, ആ കാര്യം അവർക്കൊപ്പം പോയാൽ നിങ്ങൾക്ക് ദോഷവും ദുരിതവുമായിരിക്കും വരുത്തി വയ്ക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടാതിരിക്കാനും ഒന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ മറ്റൊന്ന് അസൂയ. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് വരെ ഒരു ചൊല്ലുണ്ട്. അസൂയ നമ്മൾക്കൊപ്പം നിൽക്കുകയും നമ്മളുടെ വളർച്ച അല്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളെയും അസൂയാവഹമായ ഒരു ദൃഷ്ടിയോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയും നമ്മൾ സൂക്ഷിക്കണം. കാരണം ഭഗവാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൂചനകൾ അവർ നിങ്ങൾക്കൊപ്പം കൂടിയാൽ കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൻ ദോഷമാണ്, ദുരിതമാണ് വരുത്തി വെക്കാൻ കൂടെ നിൽക്കുന്നത് എന്ന സൂചന തരികയാണെങ്കിൽ ഒരിക്കലും അവഗണിക്കാൻ പാടുള്ളതല്ല. അതായത് നമ്മൾ ക്ഷേത്രത്തിലോട്ടൊക്കെ പോകുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഇവരുടെ ഒപ്പം പോകുമ്പോൾ അത് ഭഗവാൻ ഇഷ്ടമല്ല, നിനക്ക് ദോഷമായിട്ടാണ് ഇവൻ നിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്ന സൂചന നമ്മളോട് ദൈവത്തിന് നേരിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. അത് മാതാപിതാക്കൾ മുഖേന നമ്മുടെ ചെവിയിലേക്ക് മോനെ അവൻ നിൻ്റെ ഒപ്പം കൂടിയാൽ കൊള്ളില്ല എന്ന രീതിയിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ അത് കേൾക്കുന്നില്ല. അമ്മ അങ്ങനെ പറയും, അമ്മ ആരെ കണ്ടാലും സംശയദൃഷ്ടിയോടെ നോക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നത് എന്ന തരത്തിലേക്കായാലും നമ്മളത് പറയും, അത് അമ്മയ്ക്ക് അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരനെ അവൻ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് ആരും എന്ന തരത്തിലേക്ക് നമ്മൾ എത്തും. അവനൊപ്പം ഒരു അമ്പലത്തിലേക്കോ ക്ഷേത്രത്തിലേക്കോ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിലാണ് അവനൊപ്പം നമ്മൾ ചെല്ലുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു വിപരീതമായ കാര്യം അവിടെ സംഭവിക്കും. കാരണം നിങ്ങൾക്കത് അമ്മ കാണിച്ചു തരിക, അല്ലെങ്കിൽ ഏത് കുടുംബ പരദേവതയാണോ നിങ്ങൾക്കുള്ളത് ആ ദേവനായാലും ദേവിയായാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇവനൊപ്പമുള്ള സഞ്ചാരം നിന്നെ സന്മാർഗത്തിലേക്കല്ല ദുർമാർഗത്തിലേക്ക്, അല്ലെങ്കിൽ ദുർകർമ്മങ്ങൾ അല്ലെങ്കിൽ ദുഷ്ക്രിയകളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നിന്നെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത്, നിന്നെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ അസൂയ, നിന്റെ വളർച്ചയിൽ നീ എത്രത്തോളം കഷ്ടപ്പെട്ട് ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൽ അനുഭവിച്ച് പല ബുദ്ധിമുട്ടുകളും കഴിഞ്ഞായിരിക്കും ഇപ്പോഴുള്ള ഒരു നിലയിലേക്ക് എത്തപ്പെട്ടത്. ചിലപ്പോൾ അത് അവന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. എന്തുകൊണ്ട് അവന് പറ്റുന്നില്ല? അലസനായി അവൻ ഇരിക്കുന്നുണ്ട്. അലസൻ്റെ ശരീരം അത് ഒരു കർമ്മത്തിനും അവൻ ഉപയോഗിക്കുന്നില്ല. അലസമായിരിക്കുന്ന ഒരു ശരീരം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അപ്പോൾ നമ്മൾ അലസമായി ഇരുന്ന് മറ്റൊരാൾ ഉയർച്ചയിലേക്കും ഉയരങ്ങളിലേക്കും കീഴടക്കി പോകുന്നുണ്ടെങ്കിൽ അതിന് അസൂയയായിട്ടൊരു നോട്ടം നമ്മൾ അയക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമുള്ളതല്ല. കാരണം അവൻ ചെയ്ത അതേ കർമ്മം നിനക്ക് ചെയ്യാവുന്നതാണ്. ലക്ഷങ്ങൾ സമ്പാദിക്കാൻ നിനക്കും സാധ്യമാകുന്നു. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഒരു കർമ്മം ചെയ്യാതെ മറ്റുള്ളവരുടെ കർമ്മങ്ങളെ കണ്ട് അസൂയപ്പെടുന്ന തരത്തിൽ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടെങ്കിൽ അവൻ നിങ്ങളെ നാശത്തിലേക്കായിരിക്കും കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതും വളരെ കൃത്യമായി അവൻ്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കി അവനിൽ നിന്നും അകന്നു മാറേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇത്രയാണ്. നമ്മളുടെ കൂടെ കൂട്ടുവാൻ
ഭാഗ്യമായി മാറുന്നതും അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൂടുമ്പോൾ നമ്മൾക്ക് തന്നെ ദോഷമായി മാറുന്നതും ഇത്തരത്തിലുള്ള കൂട്ടുകാരാണ്. അപ്പോൾ ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഭഗവാന്റെ കടാക്ഷം നമ്മളിലുണ്ടെങ്കിൽ അദ്ദേഹം ചില സൂചനകൾ നമ്മൾക്ക് നൽകുന്നതായിരിക്കും. അതായത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം ആരാണോ കൂടുന്നത്, ഒരു കാര്യത്തിൽ നിങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ മുടക്കമാണ് സംഭവിക്കുന്നത്, 100% ഷുവറായിട്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുകയാണ്. പക്ഷെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുമായിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നു. നമുക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ തുണയായിട്ട് വന്ന ഒരാളാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുറച്ച് മണിക്കൂർ മുമ്പ് വരെ ഉറപ്പായിരുന്ന ഒരു കാര്യം അവിടെ ചെല്ലുമ്പോൾ സ്ലിപ്പായി പോകുന്നു. അപ്പോൾ ഓർത്തുകൊള്ളുക, ആ നിങ്ങൾക്കൊപ്പം വന്ന തുണയായി വന്ന അല്ലെങ്കിൽ നിനക്കൊപ്പം നീ ആരെയാണ് കൂട്ടിക്കൊണ്ടുപോയത് ആ വ്യക്തി നിനക്ക് പോസിറ്റിവിറ്റി അല്ല, അല്ലെങ്കിൽ നിനക്ക് നെഗറ്റീവ് ഊർജ്ജമാണ് നിനക്ക് തന്നത്. അപ്പോൾ അതാണ് ഭഗവാൻ അവിടെ കാണിച്ചു തന്നത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഇവൻ നിനക്കൊപ്പം കൂടിയാൽ നിനക്ക് നല്ല ഒരു മാർഗം ജീവിതത്തിൽ തെളിഞ്ഞ് കിട്ടുകയില്ലെന്നൊരു സൂചനയാണ് നമ്മുടെ കുടുംബ പരദേവതകൾ നമ്മൾക്ക് അവിടെ ചെന്നപ്പോൾ ലഭിക്കാതെ പോയ അവസരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തങ്ങൾക്കൊപ്പം കൂടുന്ന കൂട്ടുകാർ ഏത് തരത്തിലുള്ളവരാണ്, തന്നെ നല്ല കർമ്മത്തിലേക്കോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലേക്കോ നയിക്കുന്നവരാണോ, അല്ലെങ്കിൽ തെറ്റായ രീതികൾ പറഞ്ഞു തന്ന് നമ്മളെ തെറ്റായ പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷമേ സുഹൃത്ത് ബന്ധങ്ങളിൽ ചെന്ന് ചാടുവാൻ പാടുള്ളൂ. അത് ദൈവം ചില സൂചനകൾ നമുക്ക് കാട്ടിത്തരുമ്പോൾ അതിനെ അവഗണിക്കുകയും ചെയ്യരുത്. നമസ്കാരം.